കൃത്യമായിട്ടുള്ള നിയമത്തിൻ്റെ ശക്തമായിട്ടുള്ള നടപടികളുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്ക് തടയിടാൻ സാധിക്കും. അല്ലെ, അവിടെ സംഭവിക്കുമ്പോൾ ആ കുട്ടിയുടെ മൊഴി വിശ്വസനീയമായ രീതിയിലാണ് കുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മൊഴികൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നമസ്കാരം, ലോ ടോക്സിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ 60ഓളം ആളുകൾ ചേർന്ന് 5 വർഷത്തോളം നീണ്ടുനിന്ന പീഡനത്തിന് ഇരയാക്കി. നാടിനെ നടുക്കിയ ഈ സംഭവത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ എത്തുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. നമസ്കാരം. പത്തനംതിട്ടയിൽ പ്രായമാവാത്തൊരു പെൺകുട്ടി 60 പേരിൽ കൂടുതൽ ആളുകളിൽ നിന്നും 5 വർഷമായിട്ട് പീഡനം അനുഭവിച്ചു. ആ വാർത്ത സാറും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഈ ഒരു ഇത്രയും നിയമവ്യവസ്ഥകളുള്ള ഈ ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവുക? കേരളത്തെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് പത്തനംതിട്ടയിലെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ കേസിൽ ഓരോ ദിവസം കഴിയും തോറും വഴിത്തിരിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ കുട്ടിയെ കൂടുതലായിട്ട് യൂസ് ചെയ്തവരുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഉപയോഗിച്ചവരുടെയും അല്ലെങ്കിൽ ആ കുട്ടിയെ ഈ പറയുന്ന രീതിയിൽ പീഡനത്തിന് ഇരയാക്കിയവരുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇത്രയും നിയമവ്യവസ്ഥയുള്ള ഒരു നാട്ടിൽ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ വലിയ ഇടപെടലുകളുള്ള ഒരു നാട്ടിൽ, പൊതുസമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയും അതായത് ഇത്തരത്തിലെ ഇരകൾക്ക് ലഭിക്കുന്ന ഒരു നാട്ടിൽ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് കുറവ് കൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകളെ വീണ്ടും എന്ത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിയമത്തിൻ്റെ ശക്തമായിട്ടുള്ള നടപടികളുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്ക് തടയിടാൻ സാധിക്കും. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ളൊരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള തരത്തിലുള്ള ശക്തമായ നടപടികളാണ് കേരളവും അല്ലെങ്കിൽ പോലീസിൽ നിന്നും കേരള സമൂഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ ഇത്തരം കാര്യങ്ങൾക്കൊരു അറുതി വരെ നമുക്ക് വരുത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ആശുപത്രിയിൽ പോലും, ആശുപത്രി എന്ന് പറയുന്നൊരു സ്ഥാപനം നമുക്കറിയാമല്ലോ, ഏതൊരാളുടെയും ജീവൻ രക്ഷിക്കുന്ന ഒരു സ്ഥാപനം, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു പീഡനം ഉണ്ടായി എന്ന് പറയുമ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് എങ്ങനെ സാധിക്കുന്നു? അല്ലെ, അവിടെ സംഭവിക്കുമ്പോൾ ആ കുട്ടിയുടെ മൊഴി വിശ്വസനീയമായ രീതിയിലാണ് കുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മൊഴികൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമമുണ്ട്. കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടി 2012 പോക്സോ നിയമം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കൊരു അതിക്രമം, അതായത് ഫിസിക്കലി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു തരത്തിലുള്ള അതിക്രമം ഉണ്ടായാൽ ആ അതിക്രമങ്ങളെ എങ്ങനെ പുറം ലോകത്തേക്ക്, അതായത് ഈ പറഞ്ഞ പോലെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന് വേണ്ടി സ്കൂളുകളിൽ അതിനുള്ള സെൻറ്ററുകളുണ്ട്, കോളേജുകളിൽ അതിനുള്ള സെൻറ്ററുകളുണ്ട്, ഈ പറയുന്ന ജോലി സ്ഥലങ്ങളിലെല്ലാം തന്നെ വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സെൻറ്ററുകൾ, അതായത് ഈ പറയുന്ന പരാതി സെല്ലുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ തൊഴിൽ നിയമത്തിലായാലും വിദ്യാഭ്യാസ അവകാശ നിയമത്തിലായാലും എല്ലാ തരങ്ങളിലും എന്തുണ്ട്, കോളേജുകളിലായാലും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ വീടുകളിൽ പറയാൻ സാധിക്കാത്ത ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അപ്പോൾ ഈ പറയുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഈ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ എത്തിക്കുവാനുള്ള നിയമവ്യവസ്ഥയുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് എന്താണ്, ഇതൊക്കെ തന്നെ കാര്യക്ഷമമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ തന്നെ പാവപ്പെട്ടവർക്ക്, അതായത് ഈ പറയുന്ന വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിലെ കുട്ടിയാണിത്. അപ്പോൾ ഈ പറയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന നിയമങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ തന്നെ ഒരു സമൂഹത്തിൻ്റെ ഉന്നതരായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ മധ്യവർത്തിയിലുള്ളവർക്ക് മാത്രമേ അതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടുന്നുള്ളൂ എന്നും, ഈ പറയുന്ന താഴെ തട്ടിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർക്കത്, അല്ലെങ്കിൽ 60 പേരെന്ന് പറയുമ്പോൾ എത്ര കാലഘട്ടത്തിൽ 5 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണ്, അപ്പോൾ ചെറിയൊരു സമയത്തിനുള്ളിലല്ല. അപ്പോൾ 5 വർഷത്തിനിടയ്ക്ക് ഈ കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കോളേജിൽ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന പൊതു ഇടങ്ങളിലൊക്കെ തന്നെ ഈ കുട്ടി പല രീതിയിലുള്ള ഇടപെടലുകൾക്ക് അല്ലെങ്കിൽ പൊതു മണ്ഡലങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ടാകാം. അപ്പോൾ അവിടെ ഒന്നും തന്നെ ഇത് കണ്ടെത്താൻ സാധിക്കുകയോ അല്ലെങ്കിൽ ഇത് തടയപ്പെടാൻ സാധിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും അഭയകേന്ദ്രമാവേണ്ട ആശുപത്രിയിൽ പോലും എന്താണ്, ഈ കുട്ടിക്ക് ക്രൂരമായിട്ടുള്ള പീഡനം ഏറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആശുപത്രി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരാൾക്ക് സർക്കാർ ആശുപത്രി എന്ന് പറയുമ്പോൾ അവൻ്റെ അവസാനത്തെ അല്ലെങ്കിൽ അവനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എത്താവുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെയൊക്കെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെയുള്ള അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിനും അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് നേരെ ആ കുട്ടിയുടെ ഓരോരോ വെളിപ്പെടുത്തലുകളും ഓരോ ചോദ്യ ചിഹ്നങ്ങളായി മാറുന്നു എന്നാണ്
കാണാൻ സാധിക്കുന്നത്. അതിപ്പോൾ സാറ് പറഞ്ഞത് ശരിയാണ്. ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പാരൻസ് മാതാപിതാക്കളാണ്, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, മാനസികമായും ശാരീരികമായും അവരനുഭവിക്കുന്നത് അവരുടെ പാരൻസാണ് ആദ്യം കണ്ടുപിടിക്കുക. 5 വർഷമായിട്ടും പാരൻസിന് അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക ഞെട്ടിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഇവിടെ പേരൻസ് പലപ്പോഴും ഇപ്പം നമ്മൾ ഏറ്റവും അവസാനമായിട്ട് മലമ്പുഴയിലെ കുട്ടികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് CBI ഇത് മറച്ചു വെച്ചതിന് വേണ്ടി പേരൻസിനെതിരെ കേസ് ചുമത്തിയിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഇത്തരം കാര്യങ്ങൾ എത്തുമ്പോൾ ആ കുടുംബങ്ങളിൽ എന്ത് ചെയ്യുന്നു, കൃത്യമായ പിന്തുണ ഈ പറയുന്ന മാതാപിതാക്കൾ ആരെങ്കിലും കുടുംബാംഗങ്ങളിൽ നിന്നോ ഒന്നും തന്നെ ഈ പറയുന്ന ഇരകൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനുള്ളൊരു മാർഗങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലല്ല, നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്യുന്ന മാത്രമല്ല കുറ്റമെന്ന് പറയുന്നത്, ആ കുറ്റകൃത്യത്തിൻ്റെ തെളിവ് നശിപ്പിക്കുന്നതും കുറ്റവാളികളെ സംരക്ഷിക്കുന്നതും കുറ്റകൃത്യം മറച്ചു വെക്കുന്നതും ഒരുപോലെ എന്താണ്, തെറ്റ് തന്നെയാണ്, നിയമത്തിന് മുന്നിൽ നിയമപരമായി ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിവിടെ സംഭവിക്കുന്നത് പലപ്പോഴും എന്താണ്, സൗഹൃദത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പേര് നഷ്ടപ്പെടുമെന്നുള്ള പേരിൽ അല്ലെങ്കിൽ വിദ്യാലയത്തിൻ്റെ യശസ് നഷ്ടപ്പെടുമെന്ന പേരിൽ ഇത്തരം കാര്യങ്ങളെ കുഴിച്ചു മൂടുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ മൂടിവെക്കുന്ന ഒരു സമൂഹം ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനെ അറുതി വരുത്താനുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ അവസാനത്തെ ഒരു ഉദാഹരണമായിട്ട് ഈ സംഭവം മാറ്റപ്പെടേണ്ടതുണ്ട്. അപ്പം ഇതിനു മുന്നേ ഒരു കൊലപാതക കേസ് നടന്നിരുന്നു പെരിയ. അതും ഇതുപോലെ തന്നെ ഒരുപാട് പ്രതികൾ വന്നിട്ട് കുറെ പേരൊക്കെ ജാമ്യം കിട്ടിപ്പോയി, കുറെ പേര് ശിക്ഷ അനുഭവിച്ചു. ഇപ്പൊ ഇവിടെയാണെങ്കിലും 60ഓളം ആളുകൾ പ്രതികളായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പ് സാറിനുണ്ടോ? അല്ലെ, ശിക്ഷ ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം ശിക്ഷ ലഭിക്കണം. അതായത് ഈ പറയുന്ന പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. FIRലേക്ക് കൂടുതൽ ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ഈ സംഭവത്തിൽ പ്രതിയാക്കപ്പെടുന്നുണ്ട്. ഇനി കൃത്യമായ അന്വേഷണമാണ് നടക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ഭാഗം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഏകപക്ഷീയമായിട്ട് ഒരിക്കലും ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണം റിപ്പോർട്ട്, അതായത് കുറ്റം ചാർത്തൽ, അതായത് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ഓരോ പ്രതികളും ചെയ്തിട്ടുള്ള കുറ്റത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ ആ കുറ്റത്തിന് ശേഷം ആ കോടതി ഉറപ്പായിട്ടും വിചാരണ നേരിടേണ്ടി വരുമല്ലോ. സ്വാഭാവികമായിട്ടും പോക്സോയിലേക്ക് ഈ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ കുട്ടി പീഡനത്തിനിരയായ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ കുട്ടിക്ക് എന്തില്ലായിരുന്നു, 18 വയസ്സ് എന്തില്ലായിരുന്നു, പ്രായമില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും പോക്സോ ആയതുകൊണ്ട് തന്നെയും പെട്ടെന്ന് തന്നെയുള്ള വിചാരണ ഉറപ്പായിട്ടും ഉണ്ടാകും. കൃത്യമായിട്ടുള്ള ഈ പ്രതികളെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധനകൾ ഉണ്ടാകാം. ആ പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അപ്പോൾ ഈ അതായത് ഈ 60 പേരെയും ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രൊസീഡിങ്സ് എന്ത് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി പോലീസും സ്റ്റേറ്റും ഒക്കെ തന്നെ എടുക്കേണ്ടതായിട്ട് വരും. കാരണം ഈ പറയുന്ന വലിയ രീതിയിലുള്ള സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ഇടയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും ഇതിലൂടെ പെട്ടേക്കുന്നതൊക്കെ വലിയ വീടുകളിലേക്ക് ആളുകളൊക്കെയാണ് പെട്ടേക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഉന്നതിയിലുള്ളവരൊക്കെ പലരും ഈ ആരോപണത്തിന്റെ നിഴലിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെ തക്കതായ ശിക്ഷ ലഭിക്കണം. അതിനെല്ലാം ഉപരിയായിട്ട് ഈ പറയുന്ന ആശുപത്രിയിലും അല്ലെങ്കിൽ പൊതുവിടങ്ങളിലൊക്കെ ഉണ്ടായ ഈ കുട്ടിക്കുണ്ടായ അവസ്ഥയ്ക്ക് അടിയന്തരമായിട്ട് അതിന് ഉത്തരവാദികൾക്കെതിരെ എന്ത് ചെയ്യണം, മാതൃകാപരമായി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം. അപ്പം ഇതൊരു കേസ്, പോക്സോ കേസ്. ഇതിൽ തന്നെ ഒരു പ്രധാന പ്രതി മറ്റൊരു പോക്സോ കേസിൽ അകത്ത് കിടക്കുകയാണ്, ഇപ്പൊ നിലവിൽ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം തെറ്റ് എത്ര ചെയ്തിട്ടും അവർക്ക് അതൊരു തെറ്റാണെന്നോ അല്ലെങ്കിൽ കുറ്റബോധമാണെന്നുള്ളൊരു ചിന്തയില്ല. ഇങ്ങനെ ഒരു വൈകൃത മനസ്സ് എന്തുകൊണ്ടായിരിക്കും? അല്ല, നമ്മുടെ സമൂഹത്തിൽ ഹാബിച്വലായിട്ടുള്ള ഒഫൻഡർമാർ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഹാബിച്വൽ ഒഫൻഡേഴ്സിനെ കണ്ടെത്തേണ്ട ബാധ്യത പോലീസ് അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുസമൂഹത്തിന് അത്യാവശ്യമായിട്ടുണ്ട്. കാരണം കുറ്റകൃത്യങ്ങളിൽ പതിവായിട്ട് ഇത്തരക്കാർ എന്ത് ചെയ്യുന്നു, നമ്മൾ പല കേസുകൾ പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ചില ആളുകൾ കുറ്റകൃത്യങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ആവർത്തിച്ച് ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ മുൻപ് ചെയ്ത കുറ്റകൃത്യങ്ങളിൽ നിന്നും തക്കതായ ശിക്ഷ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ മാതൃകാപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജയിലുകൾ, അതായത് ഈ പറയുന്ന ഒരു റീഫോർമേഷനാണ് നമ്മുടെ ജയിലിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ശിക്ഷ കിട്ടിയവരും പിന്നീട് ഇറങ്ങി കുറ്റകൃത്യത്തിൽ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയിലും അതോടൊപ്പം തന്നെ നമ്മുടെ ജയിലിംഗ് സംവിധാനത്തിലും ഒക്കെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതായത് ഒരു മാനസിക പ്രശ്നങ്ങൾ കൂടി ഇതിൻ്റെ പിന്നിലേക്ക് നമ്മൾ കാണേണ്ടതുണ്ട്. കാര്യം കൃത്യമായിട്ട് വീണ്ടും ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കുറ്റകൃത്യത്തിലേക്ക് തന്നെ വരുന്നത് ഒരു പ്രാകൃതമായിട്ട് ഒരു വൈകൃതമായിട്ടുള്ള മനസ്സിന് ഉടമകളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തുവാനും അവരെ അച്ചടക്കത്തോടുള്ളിൽ അല്ലെങ്കിൽ അവരെ ഒരു കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തുവാനും നമ്മുടെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പോലീസിനോ പറ്റാത്തത് കൊണ്ടാണ് അവർ വീണ്ടും എന്ത് ചെയ്യുന്നത്, ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത്.
അപ്പം ഇപ്പൊ 5 വർഷത്തോളം കുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പുറത്ത് പറഞ്ഞില്ല, 5 വർഷത്തോളം കുട്ടി അനുഭവിച്ചു, അതിനുശേഷം ഇപ്പോഴാണത് പുറത്ത് വരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ പറയാനുള്ള ഒരു ധൈര്യം മുന്നേ ഒരു വർഷം മുന്നേ പോലും കാണിക്കാൻ ആ കുട്ടിക്ക് കഴിയാതിരുന്നത്? അല്ല, നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ഇപ്പോൾ പറഞ്ഞു എന്നുള്ളത് ഒരു തെറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരിക്കലുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഇതിന് 2 വശങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ചില ആരോപണങ്ങൾ നമ്മൾ ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ടൊരു സ്ത്രീ ഇതുപോലെ മലപ്പുറം ജില്ലയിൽ ഒരു ആരോപണം ഉന്നയിച്ചു. പിന്നീട് എന്ത് ചെയ്തു, അന്വേഷണത്തിൽ, അതായത് ആ ആരോപണത്തിൽ പറയുന്നത് എന്താണ്, അവർ CA അവരെ എന്ത് ചെയ്തു, പീഡനത്തിനിരയാക്കി. ആ പരാതി പറയാൻ പോയ DYSP ഇരയാക്കി. അതിന് ശേഷം SP എടുത്ത് പരാതി പറയാൻ പോയപ്പോൾ SP ഇരയാക്കി എന്നുള്ളൊരു പരാതി കൊടുത്തു. പക്ഷേ ആ കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായപ്പോൾ എന്തായിട്ടുണ്ട്, ഇപ്പോൾ ആ കേസ് ഒരു വ്യാജ കേസാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ വ്യാജ കേസാണെന്ന് ഇതിന് പറയാൻ കഴിയില്ല. ഇതിനെ നമ്മൾ കണ്ടെത്തേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ഇത്രയും കാലഘട്ടം ഈ കാര്യങ്ങൾ മൂടി വെക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചും എന്ത് ചെയ്യണം, ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ഗൂഢാലോചനയിൽ ആയവരെ കൂടി ഈ കുറ്റകൃത്യത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ട ബാധ്യത പോലീസ് ചെയ്യേണ്ടതുണ്ട്. കാരണം 5 വർഷക്കാലം ഇത് ഒളിപ്പിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു തിരക്കഥ എന്ത് ചെയ്യപ്പെടാം, സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അവരെ കൂടെ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഉൾപ്പെടുത്തിയാൽ മാത്രമേ കാര്യം. ഇതല്ലാതെ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഒക്കെ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിനെക്കുറിച്ചൊരു ഗൂഢാലോചനയാണ്. പക്ഷേ 5 വർഷം പറഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ ഇതൊക്കെ നടക്കും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള ധാരണ ശരിയല്ല. കാരണം പല കേസുകളിലും വർഷങ്ങൾക്ക് ശേഷമാവാം എന്ത് ചെയ്യുന്നത്, വെളിപ്പെടുത്തലുകളിലൂടെയും അല്ലെങ്കിൽ റീഇൻവെസ്റ്റിഗേഷനിലൂടെയൊക്കെ തന്നെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇതിപ്പോൾ പറയേണ്ടതാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുമാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ശരിക്കും പെൺകുട്ടികൾ സേഫ് അല്ല. ഇപ്പം ഇതുപോലെ തന്നെ വേറെയും കുട്ടികൾ പലയിടത്തും ഇതുപോലെ പീഡനത്തിന് ഇരയാകുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയും. പാരൻസ് ആയാലും നാട്ടുകാരാണെങ്കിലും അറിയുന്നതും അറിയാത്തതുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പെൺകുട്ടികളുള്ള പാരൻസിനോട് അവരെങ്ങനെയാണ് കുട്ടികളോട് നിൽക്കേണ്ടതെന്നൊന്ന് പറയാമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ മനസ്സിന് വേണ്ടിയിട്ട്. അല്ല, കൃത്യമായിട്ട് കുടുംബത്തിലെ രക്ഷിതാക്കൾക്കാണ് കുട്ടികളുമായിട്ട് നിരന്തരമായിട്ട് മിംഗ്ലിങ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന സ്വാഭാവിക മാറ്റങ്ങളും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കൃത്യമായിട്ടുള്ള അവരുടെ ഈ പറയുന്ന പെരുമാറ്റങ്ങളും ഒക്കെ തന്നെ നിരീക്ഷണത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, സ്വാഭാവികമായിട്ട് അവരുടെ ഉണ്ടാകുന്ന സ്വാഭാവിക മാറ്റങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ചിലപ്പോൾ ചില അച്ഛനമ്മമാർക്ക് ജോലി തിരക്ക് കൊണ്ടോ ഒന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ കൗൺസിലിംഗ് സെൻ്ററുകളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ പലപ്പോഴും എന്താണ്, ഇതൊക്കെ ഒരു പേരിന് വേണ്ടി എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നത് മാത്രമാണ്. നമുക്കറിയാം, ഇപ്പോൾ CWCയിലേക്ക് നോക്കിയാലും അല്ലെങ്കിൽ ചൈൽഡ് ലൈനിലേക്കൊക്കെ നോക്കിയാലും ആയിരക്കണക്കിന് കേസുകളാണ് പെൻഡിങ്ങിൽ കിടക്കുന്നത്. കാരണം ഒരുപാട് CWCയിലേക്ക് വരുന്ന കേസുകളായാലും ശിശുക്ഷേമ സമിതിയിൽ വരുന്ന കേസുകളായാലും ഇതൊക്കെ തന്നെ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. പലപ്പോഴും എന്ത് ചെയ്യുന്നു, രാഷ്ട്രീയമായിട്ടുള്ള നിയമനങ്ങളാണ് പലപ്പോഴും ഇത്തരം ബോഡികളിലേക്ക് നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന CWCയിലേക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ശിശുക്ഷേമ സമിതിയിലൊക്കെ തന്നെ രാഷ്ട്രീയ നിയമനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, അവർക്ക് ഫേവറബിൾ ആവുന്ന ആളുകളുടെ കേസുകൾ എന്ത് ചെയ്യപ്പെടുന്നു, അവിടെ പെൻഡിങ്ങിലാക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അത് അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം, അവസാനിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് തക്കതായിട്ടുള്ള ഈ വിചാരണകളൊക്കെ തന്നെ ഈ പറയുന്ന കേസുകളിലൊക്കെ ഒരു സ്പീഡി ട്രയൽ ആണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് തന്നെ ശിക്ഷ ലഭിക്കും. അപ്പോൾ അത് സമൂഹത്തിന് മുന്നിലേക്ക് എന്താണ്, ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെ എന്ത് ചെയ്യേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമ്പോൾ അതൊരു പൊതുധാരണ നമുക്ക് വരുത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, പല കേസുകളിലും എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലൊക്കെ തന്നെ പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ നമ്മൾ കണ്ടതാണ്, ഒരു പോക്സോ കേസിൽ ഈ പറയുന്ന ഒരു തേയില തൊഴിലാളിയായിട്ടുള്ള ഒരു തേയില തൊഴിലാളിയുടെ വീട്ടിൽ ഒരു ലയത്തിൽ വെച്ച് നടന്ന പീഡനത്തിലെ പ്രതി എന്ത് ചെയ്യപ്പെടുന്നു, വിചാരണ കോടതി തെളിവില്ലാത്തതിൻ്റെ പേരിൽ വെറുതെ വിടുന്നു. പിന്നീട് ഇപ്പോൾ ഹൈക്കോടതി അയാളെ എന്ത് ചെയ്യുന്നു, വീണ്ടും ശിക്ഷയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്, നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആ കേസിൽ നമ്മൾ ആ കോടതികളെ അല്ല പഴിക്കേണ്ടത്. കാരണം കോടതിക്ക് ഒരു വിധി പറയണമെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായ തെളിവുകളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടുകളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങളൊക്കെ തന്നെ പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഈ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പുറമോട്ട് പോകുന്നു. അതിൻ്റെ പ്രധാനമായ പ്രശ്നമെന്ന് പറയുന്നത്, ഒരു സംഭവം, ഒരു കുറ്റകൃത്യം ഉണ്ടായ ശേഷം ആ പ്രാഥമികമായി തെളിവെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ തെളിവുകൾ പലപ്പോഴും ശേഖരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് കുറ്റവാളികൾ വീണ്ടും രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. നാടിനെ നടുക്കിയ പത്തനംതിട്ട പീഡനത്തെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ നമുക്ക് നൽകിയത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. നന്ദി സർ. നന്ദി.